Hi friends, എല്ലാവർക്കും സൂസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സദ്യ സ്റ്റൈൽ പരിപ്പ് പ്രഥമനാണ് കേട്ടോ. ഇത് ചെറുപരിപ്പ് വെച്ചിട്ടാണ്, ചെറുപയറിന്റെ ആ ചെറിയ പരിപ്പുണ്ടല്ലോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങിക്കുന്ന ആ പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ പായസം. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കപ്പോൾ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട്, അതായത് നമ്മളെ ചെറുപരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് പരിപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചെറുപരിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പരിപ്പുണ്ടല്ലോ, ഇത് ചെറുത് കേട്ടോ. ഇത് ചെറുപയറിൻ്റെ പരിപ്പാണ്. ഇത് നമുക്ക് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം ആദ്യം തന്നെ. ഞാനപ്പോൾ ഈ പരിപ്പ് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഇതൊരു ചുമന്ന കളറിലേക്ക് വരുമ്പോഴാണ് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൻ്റെ പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ വറവ് കറക്റ്റ് ആയില്ലെങ്കിൽ നന്നായിട്ട് കിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ അത് നിറയെ വെന്തു പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വേവാതെ കിടക്കും നമ്മൾ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ പരിപ്പിൻ്റെ വറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പരിപ്പ് പായസം ഉണ്ടാക്കുന്നതിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മളെ പരിപ്പ് ഇവിടെ നല്ല ചുമന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ ഡ്രൈ റോസ്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. നെയ്യോ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്നൊന്ന് മാറ്റട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇനി ഇത് വീണ്ടും ഇരുന്നിട്ട് ചുമന്ന് പോവും. ഞാനിപ്പം പരിപ്പ് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നമുക്കൊന്ന് വേവിക്കണം. അതിന് വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശരിക്കും ഇതിലങ്ങനെ അളവൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കിപ്പം കറക്റ്റായിട്ടൊരു ഇതിൽ നോക്കാം. ഈ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാനൊരു 2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. അര കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ടിട്ട് ഇത് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും സോഫ്റ്റ്നെസ്സും ഈ പരിപ്പിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമ്മൾ കുക്കറിൽ അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2-ാം പാലും 3-ാം പാലും കൂടി മിക്സ് ചെയ്ത പാലാണിത്. ഇത് 8 കപ്പുണ്ട്. ആ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 8 കപ്പ് പാലും ഇത് 1.25 കപ്പ് ആദ്യത്തെ പാലുമാണ് കേട്ടോ. അപ്പോൾ 2 തേങ്ങയാണ് നമ്മളെടുത്തത്. പിന്നെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ട്. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 500 ഗ്രാം വരയ്ക്ക് മാക്സിമം എടുക്കാം. ഇതിപ്പോൾ 400 ഗ്രാമാണ് ഉരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വേണ്ടി ഇത് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് 4 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം കറക്റ്റ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ആ വേവിച്ച പരിപ്പ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് വെവാണ് കേട്ടോ. അപ്പോൾ ഈ കയ്യിലിൻ്റെ ബാക്ക് വശം വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര നീരുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ പരിപ്പും ശർക്കരയും എല്ലാം കൂടി ഇതിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. നമ്മളെ പരിപ്പ് ഇപ്പോൾ ഈ ശർക്കരയിൽ നന്നായിട്ട് വരണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നുള്ള് മതി. ഇത് നന്നായിട്ട് നമുക്കൊന്നും കൂടി വരട്ടിയെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആ പാല് 2-ാം പാലും 3-ാം പാലും കൂടെ നമ്മൾ വെച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 8 കപ്പ് ഉണ്ട് കേട്ടോ. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 8 കപ്പ് ഉണ്ട്.
ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പാല് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തേങ്ങയുടെ ആ പീര ഇതിൽ വരാതെ സൂക്ഷിക്കണം കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിരിഞ്ഞതുപോലെ കിടക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതാ നമ്മളെ പായസം ഇപ്പോൾ ഇവിടെ ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരിയും കൂടി ആവാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നാം പാലിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പം നമുക്കതൊന്ന് ചേർത്ത് വെക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ജീരക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ അത്. അതിന് ശേഷം 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി. ഏലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത്. അപ്പോൾ ഏലക്കായയുടെ പൊടി എപ്പോഴും നമുക്ക് കുറച്ച് ഇട്ടാൽ മതി പരിപ്പ് പായസത്തിൽ. പരിപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോഴാണ് അതിന് ഒരു പായസത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒന്നാം പാലിൻ്റെ കൂടെ. ഇത് 1/4 കപ്പാണ് ഞാൻ ഒന്നാം പാൽ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ പായസം കറക്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ അപ്പം നമ്മളെ പായസം ഇവിടെ ഏകദേശം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ അതൊന്നും കൂടി ഇരുന്നിട്ട് കുറുകും. അപ്പോൾ അത് വല്ലാണ്ട് അല്ലെങ്കിൽ കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തീ ഒന്ന് കുറച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ സമയത്ത് നമുക്കിതിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഏലക്കായയുടെ പൗഡറും അതുപോലെ ജീരകം എല്ലാം കൂടി ഇട്ടതിൻ്റെ തരിയാണ് അടിയിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇതാ ഇനി ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ ഇപ്പം നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് സൈഡിൽ നിന്ന് പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി അത് പിരിഞ്ഞു പോകും. ആ ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും കൂടി തണുത്ത് വരും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട നട്ട്സും എല്ലാം ഒന്ന് വറുത്തിടാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്ത്, തേങ്ങ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ നുറുക്കിയത് കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതാ നമ്മളെ തേങ്ങാക്കൊത്ത് ഇവിടെ നല്ല ചുമക്ക വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് നെയ്യ് എടുത്തതേ ഉള്ളൂ. അതിൽ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നട്ട്സ് ഇവിടെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചിലർക്ക് ഇതിലിങ്ങനെ മുന്തിരി കടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവരത് മുന്തിരി ഇടണമെന്നില്ല. നട്ട്സ് മാത്രം ഇട്ട് വറുത്തെടുത്താൽ മതി. ഞാനിപ്പം മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പം മുന്തിരിയും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതും കൂടി ഒരുമിച്ച് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നോക്കൂ, നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് നിങ്ങൾക്ക് വേറൊരു ബൗളിലേക്ക്, സെർവിങ് ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാം. അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. ഇതാ നോക്കൂ, ഈ തിക്നെസ്സാണ് നമുക്ക് വേണ്ടത് കേട്ടോ എപ്പോഴും. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇതാ അപ്പോൾ ഇതാ നമ്മളുടെ ഈസി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.